പ്രസവിക്കാനാണ് കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചത്. കൊടുക്കാൻ പറഞ്ഞിട്ട് കൊച്ചിനും തള്ളയ്ക്ക് അനക്കമില്ല. അവളെ വീട്ടിൽ പാലക്കാട് പോലും അവളെ അറിയിച്ചിട്ടില്ല അവൾ ഗർഭിണിയാണെന്ന്. ആശുപത്രി കൊണ്ടുപോയി കീറിപ്പൊളന്ന് എടുക്കാനാ എന്നാണ് അവൻ്റെ ചോദ്യമായിരുന്നത്. നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും വന്നൊരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച ഷമീറ ബീവി എന്ന വീട്ടമ്മയും അവരുടെ കുഞ്ഞും മരണപ്പെട്ട ഒരു വാർത്ത. ശരിക്കും മരണപ്പെട്ടു എന്നല്ല, കൊല്ലപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാർത്തയെ പറയേണ്ടി വരും. അതിന് കാരണമെന്ന് പറയുന്നത്, അവർ ഗർഭിണിയായതിനു ശേഷം അവരുടെ ഭർത്താവ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ യാതൊരു വിധത്തിലുള്ള ചികിത്സ നടത്താനൊരുങ്ങുകയോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. തിരുവനന്തപുരം പൂന്തുറ സ്വദേശി നയാസ് ആണ് ഷമീറ ബീവിയുടെ ഭർത്താവ്. ഇയാളാണ് ഭാര്യ ഗർഭിണിയായതിനു ശേഷം അവരെ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കാതെ, യാതൊരു വിധത്തിലുള്ള ചികിത്സ തേടാനും അനുവദിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് അവർ 8 മാസമായി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ വാടകയ്ക്ക് താമസിക്കാൻ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെയുള്ളവരുമായോ ഒരു തരത്തിലുള്ള ബന്ധത്തിനും ഈ യുവതിയുടെ ഭർത്താവ് തയ്യാറായിരുന്നില്ല. യുവതി അടുത്ത വീട്ടുകാരോട് സംസാരിക്കുന്നത് പോലും അയാൾ എതിർക്കുകയും ചെയ്തിരുന്നു. മോളെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഇവിടെ ആശുപത്രി കൊണ്ടുപോയത്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി പ്രസവിക്കാനാണ് കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചത്. കൊടുക്കാൻ പറഞ്ഞിട്ട് കൊച്ചിനും തള്ളയ്ക്ക് അനക്കമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പം പറഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കണം മരിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഒരു അനക്കമൊന്നുമില്ല. അപ്പോൾ ആദ്യ ഭാര്യയും മോളും ഉണ്ടായിരുന്നു. അവർ പ്രസവം എടുക്കാമെന്നാണ് അവർ നോക്കിയതായിരിക്കും. അവരെ കൊണ്ട് പറ്റിക്കാണൂല. പറ്റാത്തത് കൊണ്ടായിരിക്കും അവളെ ഭർത്താവിനെ വിളിച്ച് ആദ്യത്തെ ഭാര്യ വണ്ടിയായിട്ട് വന്ന് അങ്ങേരുമായിട്ട് വന്ന് ഇവിടെ ഉള്ള പയ്യന്മാരൊക്കെ ചേർന്നാണ് അവർ ആശുപത്രിയിൽ അവളെ കൊണ്ടുപോയത്. അപ്പോൾ ഈ പ്രസവ സമയത്ത് നിലവിളികളോ ഒന്നും കേട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പ് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അവരോട് വാടക? 8 മാസമായി അവർ വന്നിട്ട്. ഈ 8 മാസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് എങ്ങനെയാണ്? 8 മാസം അവൾ വന്ന മോടിക്ക് 6 ടൈമിൻ്റെ എടുക്കുക സംസാരിക്കില്ല. പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ പിറവ് കണ്ടാൽ യാതെന്ന് ചോദിക്കും. നമ്മളും അതേപോലെ ചോദിക്കും. അത് അവളെ ഭർത്താവ് ഉണ്ടെങ്കിൽ അതും ചോദിക്കില്ല. ആരുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അവനക്ക് ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ 1 മാസത്തേക്ക് മുമ്പാണെങ്കിൽ ഇതേപോലെ അവൾക്ക് സുഖമില്ലാതായി. അവളെ ഇതേപോലെ അവർ 1-2 പേര് ഒയിലൊക്കെ കയറിയിട്ട് ആദ്യ ഭാര്യയെ വിളിച്ച് അവൾ വന്ന് അവളെ വീട്ടിലെവിടെ കൊണ്ടുപോയി, ആശുപത്രിയിൽ കൊണ്ടുപോയാന്നുള്ള അറിയണ്ടോ. കൊണ്ടുപോയിട്ട് വന്നപ്പോൾ പിന്നെ അവൾ ആരട്ടേം ഉണ്ടായില്ല, എടുക്കില്ല. നമ്മൾ എന്തെന്നും കേൾക്കൂല, യാതൊന്നും കേൾക്കില്ല. അപ്പോൾ അവളെ ഭർത്താവ് പറഞ്ഞെന്താ, നാട്ടിലുള്ളവർക്ക് എന്തൊരു കാര്യം എൻ്റെ ഭാര്യയെ എന്തൊരു ചെയ്യുമെന്ന് ചോദിക്കാനും, അത് ചോദിക്കണേലാണ് അവളെ വയറ്റിൽ അനക്കമില്ലാതാവണമെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണില്ല, എടുക്കില്ല. നമ്മൾ അതുകൊണ്ട് അത് അങ്ങ് കളഞ്ഞ് നമ്മൾ ചോദിക്കില്ല. പക്ഷേ ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കയറി പോയനെയായിരുന്നു കേട്ടെ. എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ മോളെ, എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം അവരിവിടെ വന്ന സമയത്ത് അപ്പം പ്രഗ്നന്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഇവിടെ അറിഞ്ഞൂടായിരുന്നു. ആശാവർക്ക് ഇതേപോലെ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് ഇവിടെ പിള്ളേരെ നോക്കാൻ വന്നപ്പോൾ മുകളിൽ ആളുണ്ട്. അങ്ങനെയാണ് അവർ കയറിപ്പോയി. കൊച്ചുങ്ങളായിട്ട് പൊടി പിള്ളേരല്ലേ, അങ്ങനെ പോയപ്പോഴാണ് ഇതേപോലെ പിള്ളേരെ ഒരിടം കാണിച്ചിട്ടില്ല, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞ്. അപ്പോഴാണ് പറഞ്ഞത് അവൾ 3 മാസം ഗർഭിണിയെന്ന്. ആശാവർക്കം പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. അവളെ വീട്ടിൽ പാലക്കാട് പോലും അവളെ അറിയിച്ചിട്ടില്ല അവൾ ഗർഭിണിയാണെന്ന്. അപ്പം ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിനോ കാര്യങ്ങൾക്കോ ഇല്ല. അതേക്കുറിച്ച് ഭർത്താവ് എന്താണ് പറയുന്നത്? അവനക്കത് ഇഷ്ടമില്ലായിരിക്കും. എൻ്റെ ഭാര്യയെ പ്രസവിക്കും എന്നുള്ളത് എനിക്കറിയാം. ആശുപത്രി കൊണ്ടുപോയി കീറിപ്പൊളന്ന് എടുക്കാനാ എന്നാണ് അവൻ്റെ ചോദ്യമായിരുന്നത്. ഇതാണ് നയാസും ഭാര്യ ഷമീറ ബീവിയും താമസിച്ചു വന്നിരുന്ന ഒരു വീട്. ഈ വീട്ടിൽ വെച്ചാണ് അവർ ദാരുണമായി മരണപ്പെട്ടത്. അവരും അവരുടെ കുഞ്ഞും മരണപ്പെട്ടത്. ഇവിടെ നിന്ന് ഇവരെ ഒരു വണ്ടിയിൽ വന്ന് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞത്. കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അറിയാൻ സാധിച്ചത് 3 മണിക്കൂർ മുന്നേ തന്നെ അവർ മരണപ്പെട്ടു എന്നുള്ള ദാരുണമായ വാർത്തയാണ് നമുക്കറിയാൻ സാധിച്ചത്. ഭർത്താവ് നയാസ് ഇവരോട് കാണിച്ചത് അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. പൂർണ്ണ ഗർഭിണിയായിരുന്ന ഷമീറ ബീവിയെ ഭർത്താവ് നവാസ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല എന്ന് മാത്രമല്ല, അവരെ തേടി ഇവിടെ എത്തിയ ആശാ വർക്കർമാരോട് മോശമായിട്ട് സംസാരിക്കുകയും ഭാര്യയെ കാണാൻ അനുവദിക്കില്ല എന്ന് പറയുകയും തൻ്റെ ഭാര്യയുടെ പ്രസവം നോക്കാൻ, തൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ തനിക്കറിയാമെന്ന് ആക്രോശിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരാരോടും തന്നെ യാതൊരു വിധത്തിലുള്ള ബന്ധം പുലർത്താനോ ഒന്നും തന്നെ നവാസ് ഭാര്യയെ അനുവദിച്ചിരുന്നില്ല. അതിക്രൂരമായ ഒരു സംഭവത്തിനാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ഒരു പ്രദേശം സാക്ഷ്യം വഹിച്ചത്. ഇനി
ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ക്രൂരത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നവാസിന് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം മീരാഹരി, തത്വമയി ന്യൂസ്.